സ്പെയിൻ നിങ്ങൾ കേട്ട് കാണും. ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടും അവിടുത്തെ ബാഴ്സലോണ ക്ലബ്ബ്, റിയൽ മാഡ്രിഡ് നിങ്ങൾ കേട്ട് കാണും. ഒരു കഴിഞ്ഞ 20 വർഷം മുമ്പ് സ്പാനിഷ് എക്കോണമി ഏറ്റവും മോശമായ രീതിയിലായിരുന്നു. അതിനെപ്പറ്റി വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും അറിയാം. അവിടുത്തെ എയർപോർട്ടുകൾ പോലും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ അവരിൽ പണമില്ലായിരുന്നു. പല പുതിയ എയർപോർട്ടുകൾ തുടങ്ങിയത് പകുതി വെച്ച് നിർത്തിപ്പോയി. പല റോഡുകളുടെയും പ്രോജക്റ്റ് പണിത് കഴിഞ്ഞ സമയത്ത് അവർക്ക് അതിൻ്റെ പാലം പണിയാൻ അവരിൽ പണമില്ലാതായി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ. അവിടുന്ന് സ്പെയിനിലുള്ള ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലോട്ടും അമേരിക്കയിലോട്ടും മറ്റുള്ള ഷെങ്കൻ രാജ്യങ്ങളിലോട്ടും ജോലി അന്വേഷിച്ചു പോകുന്നു. അതിഭയങ്കരമായ അൺഎംപ്ലോയ്മെൻ്റ് ആയിരുന്നു. ഏകദേശം അതേ സമയത്ത് തന്നെ അവിടെ 1.2 മില്യൺ ലാറ്റിൻ അമേരിക്കൻസ് അവിടെ അൺസ്കിൽഡായിട്ട് ജോലിക്കാരായിട്ട് വന്ന് ലോ പേ, അതായത് ഏറ്റവും ചെറിയ സാലറി, അതിൻ്റെ പേരിൽ അവിടെയുള്ള ചെറുപ്പക്കാർക്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു, മറ്റുള്ള രാജ്യങ്ങളിലോട്ട് പോകേണ്ടി വന്നു. പരിതാപകരമായ എക്കോണമി. ഇതിനെപ്പറ്റി അന്ന് പഴയ മാഗസിൻ്റെ അകത്തും അതിനെപ്പറ്റിയുള്ള എക്കണോമിക് അനാലിസിസിനെ പറ്റിയൊക്കെ വളരെ സുദീർഘമായിട്ട് വന്നു, എന്താണ് സ്പെയിനിന് പറ്റിയത്. പക്ഷേ ഇപ്പോൾ പുതിയ വാർത്ത വരുന്നു, പുതിയ ഇൻഡെക്സ് വരുന്നു, അതിൻ്റെ GDP, അതായത് ഇപ്പോഴുള്ള സ്പെയിനിൻ്റെ GDP എന്ന് പറയുന്നത് അമേരിക്കയെക്കാളിലും ഏറ്റവും വേഗതയിൽ കുതിക്കുന്ന എക്കോണമി ആയിട്ട് മാറി. ആലോചിച്ച് നോക്കുക. ഒരു സമയം നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു സമയത്ത്, ഈ സമയത്ത് നമ്മൾ ആലോചിക്കണം, ജർമ്മനിയുടെ എക്കോണമി തകരുകയാണ്, ഫ്രാൻസിൻ്റെ എക്കോണമി ഏറ്റവും മോശമായ രീതിയിൽ, പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, 2 രാജ്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ലോകത്തിൽ തന്നെ പ്രധാനപ്പെട്ട 2 എക്കണോമിക് പവറാണ് 2 രാജ്യങ്ങളും. ആ സ്ഥിതിയിലൊക്കെ അവിടെയാണ് സ്പെയിൻ എന്ന് പറഞ്ഞ രാജ്യത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ നോക്കിക്കാണണം എന്താണ് സ്പെയിനിൽ സംഭവിച്ചത്. ഇതൊക്കെ സംഭവിക്കുമ്പോൾ തന്നെയും സ്പാനിഷ് ഫുട്ബോളിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോയി. എന്താണ് സ്പെയിനിൽ സംഭവിച്ചത്? അതായത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നു, അവിടെ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു ഭരണത്തിൽ വരുന്നു, കാര്യങ്ങൾ നടത്തിയെടുക്കാൻ തുടങ്ങുന്നു. അവിടെ ഉപേക്ഷിച്ച് പോയ പല ഫാക്ടറികളും അത് റീസ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം ഗവൺമെൻറ് അതിഭയങ്കരമായിട്ട് അതിനെ ഇൻസ്പയർ ചെയ്യുന്നു, റിജുവിനേറ്റ് ചെയ്യുന്നു, പല പദ്ധതികളും പ്ലാനുകളും കൊണ്ടുവരുന്നു. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, പല ചൈനീസ് കാറുകളും അമേരിക്കയും പല യൂറോപ്യൻ രാജ്യങ്ങളും അവിടെ കയറ്റുന്നില്ല. അത് എന്തുകൊണ്ട്? അത് ചൈനയുടെ മുകളിലുള്ള ഉപരോധത്തിൻ്റെ ഭാഗമായിട്ട്, ഡീലിങ്കിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നത്, ഷെങ്കൻ രാജ്യങ്ങളാണെങ്കിൽ അമേരിക്കയാണെങ്കിൽ. പക്ഷെ ഇപ്പോഴറിയുന്ന ഏറ്റവും രസകരമായ സംഭവം, ചൈന ഉണ്ടാക്കാൻ പോകുന്ന പുതിയ കാർ ഫാക്ടറികളായ 5 or 6 വലിയ ഇലക്ട്രിക് വെഹിക്കിൾ കമ്പനി, അതിൻ്റെ പ്ലാന്റുകൾ അവർ സ്പെയിനിലാണ് തുടങ്ങാൻ പോകുന്നത്. അതേപോലെ തന്നെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് സ്പെയിൻ ചെയ്ത പരിപാടിയുണ്ട്. എനർജി വളരെ ചീപ്പായിട്ട്, വളരെ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്കും ഇൻഡസ്ട്രീസിനും കൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എന്തുകൊണ്ടായി? പല ചെറുപ്പക്കാരും പല ആളുകളും, അതായത് സ്പെയിനിൽ നിന്നും ജോലി അന്വേഷിച്ച് പുറത്തോട്ട് പോയവർ തിരികെ വന്നു. എക്കോണമി വളരെ കാര്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി മറ്റൊരു കാര്യം, സ്പെയിൻ ഒരു മണ്ടത്തരം മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്ത പോലെ സ്പെയിൻ ചെയ്തില്ല. അതായത് ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ബ്രിട്ടനും ഏഷ്യയിൽ നിന്നുള്ള പല റെഫ്യൂജീസിനെ, അതായത് സിറിയയിൽ നിന്നാണ്, അറബ് രാജ്യങ്ങളിൽ നിന്ന് വന്നവരെ അങ്ങോട്ട് കയറ്റി. പക്ഷേ സ്പെയിൻ അത് ഭയങ്കരമായിട്ട് ലിമിറ്റ് ചെയ്തു. കാരണം അവരുടെ അതിർത്തി കഴിഞ്ഞ് അങ്ങോട്ട് കയറുവാൻ വേണ്ടി അവർ സമ്മതിച്ചില്ല. അവർ സ്പാനിഷ് സംസാരിക്കുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തുള്ള ഇത്ര ആൾക്കാരെ കയറ്റി. എന്നിട്ട് അവർ ചെയ്തത്, അവരെ അൺസ്കിൽഡ് വർക്ക് ലേബറായിട്ട് വന്നവരെ സ്കിൽഡ് ലേബറാക്കി എടുത്തു, അവർക്ക് ട്രെയിനിങ് കൊടുത്തു. അതായത് ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് ചെയ്യുന്ന പരിപാടിയാണ്. എന്നിട്ടിപ്പോഴും പുതിയ എയർബസിൻ്റെ പല പ്ലാന്റുകൾ, അപ്പോൾ അത് ഇന്ത്യയിൽ ഇപ്പം വരുന്ന എയർബസിൻ്റെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിൻ്റെ എയർഫോഴ്സ് വാങ്ങിയേക്കുന്നത്, ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഇപ്പോഴും സ്പെയിനിലാണ്. അതിപ്പോൾ ഇന്ത്യയുമായിട്ട് ചേർന്നപ്പോൾ ഇന്ത്യയിൽ അത് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. അതായത് പൂർണ്ണമായിട്ട് അടച്ചുപോയ പല കമ്പനികളും അത് റിജുവിനേറ്റ് ചെയ്ത് തിരിച്ചോട്ട് വരാൻ തുടങ്ങി. ഇനി മറ്റൊരു സംഭവം, അതായത് യൂറോപ്പിൽ ഈ കാറിൻ്റെ വിതരണം, ചൈനീസ് കാറിൻ്റെ വിതരണം, അതിൻ്റെ മാനുഫാക്ചറിങ് പ്ലാന്റ് സ്പെയിനിൽ വരുന്നതോടുകൂടി ഷെങ്കൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയ്ക്കെതിരെ എടുത്തിരിക്കുന്ന ഉപരോധങ്ങൾ എടുത്തു മാറ്റാൻ സാധ്യതയുണ്ട്.
കാരണം ഉണ്ടാക്കുന്നത് ഷെങ്കൻ രാജ്യത്ത്, കാരണം കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉണ്ടാക്കുന്നതിന് കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീൻ എനർജി ഉണ്ട്. ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. എന്താണ് സ്പെയിൻ ചെയ്തത്? വളരെ മുമ്പേ തന്നെ ഗ്രീൻ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ഫോസിൽ ഫ്യൂവലിനെ ഡിപ്പെൻഡ് ചെയ്യാതെ വിൻഡിൽ നിന്നും സോളാറിൽ നിന്നും എനർജി ക്രിയേറ്റ് ചെയ്ത് അത് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇൻഡസ്ട്രിയലിസ്റ്റിനും മറ്റു കൺസ്യൂമേഴ്സിനും കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഈ എനർജിയുടെ ഈ വില അങ്ങ് കുറഞ്ഞത്. അതിലൊരു ഭയങ്കര സക്സസ് ആയി. അതായത് വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയാണ് അവർ ചെയ്തത്. ഇപ്പം നോക്കുക, അവിടെ പഴയ കാരണം സ്പെയിനെ പറ്റിയ പഴയ ഒരു വികസിത രാജ്യമായിരുന്നു. ഇതേ സമയത്ത് മറ്റു 2 രാജ്യങ്ങളെ എടുക്കുക. ഗ്രീസ് ഏറ്റവും മോശമായ എക്കോണമി ആയിരുന്നു, അവർ തിരിച്ചു കയറി വരും. അയർലൻഡ് മോശമായ എക്കോണമി ആയിരുന്നു, അവരും തിരിച്ചു വരാൻ തുടങ്ങി. ഇതിനകത്ത് ഏറ്റവും റിമാർക്കബിൾ ആയിട്ട് സംഭവം ഈ സ്പെയിനെ പോലെ തന്നെ ഡെൻമാർക്കിലും ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വൻ ശക്തികൾ പുറകിലോട്ട് പോയി. ഈ രാജ്യങ്ങളൊക്കെ ചെയ്ത പരിപാടി എന്തോ, ഈ പറയുന്ന റെഫ്യൂജീസിന് ഇവരൊക്കെ എടുത്ത് അവിടെ ക്രൈസിസ് ആയി, പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ആയി. അവിടെ ഈ പറയുന്ന ഫാർ റൈറ്റും ഫാർ ലെഫ്റ്റ് എന്ന സംഭവത്തിൽ എല്ലാം ഈ ലെഫ്റ്റിനെ ആൾക്കാർ എതിർക്കാൻ തുടങ്ങി. ജർമ്മനിയുടെ സ്ഥിതി വളരെ മോശമാണ്. അതിനെപ്പറ്റി അടുത്ത വീഡിയോ പറയും. എന്താണ് ഫ്രാൻസിൽ ഈ അടുത്തിടയ്ക്ക് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി നടന്നത്. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി സ്പെയിനിൻ്റെ പൊളിറ്റിക്കൽ ഹെഡായിട്ടും ഭരണത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും നരേന്ദ്രമോദി ഇന്ത്യയിൽ വന്ന് ചെയ്ത സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട്, കാരണം ഏജിങ് അവിടെ ഒരു ഫാക്ടറായിട്ടോ കുട്ടികൾ വരുന്നില്ല, കൊച്ചു കുട്ടികൾ പ്രസവിക്കാൻ അവർ പുതിയ കുട്ടികളൊന്നും വരുന്നില്ല. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാവുന്നൊരു എക്കോണമിയിലോട്ട് അത് പോയപ്പോൾ ഇത് യൂറോപ്പിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് സ്പെയിൻ. കാരണം എല്ലാവരും എഴുതി തള്ളിയ രാജ്യമായിരുന്നു സ്പെയിൻ. എന്തുകൊണ്ടാണ്? പല ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളും കംപ്ലീറ്റ് ചെയ്യാൻ സ്റ്റേറ്റിൻ്റെ കയ്യിൽ പണമില്ല. അതേപോലെ തന്നെ റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ, അവരുടെ ഹൈവേകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ അവരുടെ കയ്യിൽ പണമില്ല. അവരുടെ മാർക്കറ്റുകൾ പുതിയതായിട്ട് പണിയുവാൻ, റിപ്പയർ ചെയ്യുവാൻ അവരുടെ കയ്യിൽ പണമില്ല. അവരുടെ ട്രെയിൻ സർവീസ് നേരെയാക്കാൻ, പ്ലാറ്റ്ഫോമുകൾ, റെയിൽവേ സ്റ്റേഷൻ ശരിയാക്കാൻ അവരുടെ കയ്യിൽ പണമില്ല. അങ്ങനെയുള്ള രാജ്യത്തു നിന്ന് ആ രാജ്യം ചെയ്തൊരു സംഭവമുണ്ട്. ഈ പറയുന്ന റെഫ്യൂജീസിനെ മുഴുവൻ അങ്ങ് ബ്ലോക്ക് ചെയ്തു. ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യം അവർ വന്നപ്പോൾ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടെങ്കിലും അവരിപ്പോൾ തിരിച്ചു വരുന്നില്ല. കാരണം സ്പെയിനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ബിസിനസ് ചെയ്യാൻ പറ്റും, അവിടെ ബിസിനസ് ചെയ്ത ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതിന് ഡിമാൻഡായി GDPയുടെ ഗ്രോത്ത് കാണിക്കാൻ തുടങ്ങി. ജനങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു. ഒരു സമയത്ത് സ്പെയിനിനെ പറ്റി പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. വെജിറ്റബിൾ മാർക്കറ്റിൽ പോയാൽ പോലും ഒരു മിഡിൽ ക്ലാസ്സിന് വെജിറ്റബിൾ വാങ്ങാനുള്ള പണം അവൻ്റെ കയ്യിൽ തികയുന്നില്ല. ആലോചിക്കേണ്ട, ഒരു യൂറോപ്പിലെ സ്പെയിൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ എക്കോണമിയെ പറ്റിയായി പറയുന്നത്. ആ ഒരു ഗതികേടിൽ നിന്നും ആ രാജ്യത്തുണ്ടായ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് റിമാർക്കബിളി നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് സംഭവം. അത് യൂറോപ്പിലെ ചാമ്പ്യന്മാരായിട്ട് പോവുകയാണ്. അപ്പം പല എക്കണോമിസ്റ്റുകളും പറയുന്നത് സ്പെയിനെയാണ് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും, ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും നോക്കി പഠിക്കേണ്ടത്. ഏത് രീതിയിൽ അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ കാണിച്ചു കൊടുത്തു. അതായത് അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് 0 കൊണ്ടുപോയി, അവിടെ ഇൻഫ്ലേഷൻ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തു, സാധനങ്ങളുടെ വില കൂട്ടാൻ അവർ സമ്മതിച്ചില്ല. മറ്റൊരു സംഭവം ചെയ്തു. പാൻഡമിക് സമയത്ത് ഏറ്റവും മോശമായിരുന്ന യൂറോപ്യൻ ടൂറിസം പൂർണ്ണമായിട്ട് അവർ തിരിച്ചു കൊണ്ടുവന്നു. കാരണം 3-4 ഇരട്ടിയായിട്ട് സ്പെയിനിലുള്ള ടൂറിസം അവർ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോഴും പല യൂറോപ്യൻ രാജ്യങ്ങൾ ഈ പാൻഡമിക്കിന് ശേഷമുള്ള അവരുടെ അതായത് അവരുടെ ടൂറിസം സെക്ടർ പൂർണ്ണമായിട്ട് ശക്തമാക്കാൻ സാധിച്ചില്ല. അവിടെയാണ് സ്പെയിൻ കാട്ടി ഏറ്റവും വലിയ സംഭവം. അതേപോലെ തന്നെ ഗ്രീസ് ആണെങ്കിൽ പോലും അവരുടെ ടൂറിസം സെക്ടർ പൂർണ്ണമായിട്ട് ബൗൺസ് ബാക്ക് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യത്ത് ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് അധികാരികൾ പവറിൽ വരുമ്പോൾ അവർക്ക് എന്താണ് ഫോർസി കണ്ട് അവർ മനസ്സിലാക്കുക. കാരണം ഒരു സമയത്ത് ചൈനയെല്ലാം എതിർത്ത് അവരുടെ പ്രോഡക്റ്റ്, ആ സമയത്ത് ചൈനയെ വിളിച്ചു വരുത്തി അവിടെ പ്ലാന്റ് ഇടിയിപ്പിച്ചു. കാരണം അവിടെ പ്ലാന്റ് ഇട്ട് ചൈന ഈ പ്രോഡക്റ്റ് യൂറോപ്യൻ മാർക്കറ്റിൽ അവർക്ക് ഈസി ആയിട്ട് പോകാൻ സാധിക്കും. വൺസ് ഇത് യൂറോപ്പ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കൻ ചൈനീസ് പ്രോഡക്റ്റ് അക്സെപ്റ്റ് ചെയ്യും. ഇതൊരു സ്ട്രാറ്റജിക് ഗെയിമാണ്. കാരണം
ചൈനയ്ക്ക് വേണ്ടി ഇവർ അവരുടെ സ്പെയിൻ തുറന്നു കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കാരണവശാലും അമേരിക്കയാണ് ഒരു രാജ്യത്തിനും ചൈനീസ് ഇലക്ട്രിക് വെഹിക്കിൾസിനെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം യൂറോപ്പ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്തവരാണ്. അവിടെ പോയേ മതിയാവത്തുള്ളൂ. കാരണം ഈ ടാരിഫുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീടുള്ള ഗെയിമുകളൊന്നും നടക്കത്തില്ല. അപ്പം ആകെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. സ്പെയിൻ എന്ന് പറഞ്ഞ ഒരു ദരിദ്ര എക്കോണമി ആയിരുന്നു 20 വർഷം മുമ്പ്. അതിനെ ഒരു റിച്ച് എക്കോണമി ആയിട്ട് കൊണ്ടുവരാൻ അവിടെ ഭരിച്ചവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് കൂടെ നിന്ന് ഇന്ന് സ്പെയിൻ എന്ന് പറയുന്നത് ഒരു പവർഫുൾ എക്കോണമി ആയിട്ട് യൂറോപ്പിൽ മാറിക്കഴിഞ്ഞു.